ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേരള വിഷൻ്റെ വൈഫൈ നമുക്ക് കറണ്ട് പോയാലും വർക്ക് ചെയ്യുന്ന ഒരു ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 4 വോൾട്ട് വരുന്നതുണ്ട്, അതേപോലെ 12 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 12 വോൾട്ടിന് പഴയതാണ്, അപ്പോൾ ഞാൻ പൊളിച്ചതാണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഒക്കെ എന്താണെന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് ഇതിൻ്റെയൊക്കെ പീസ് ആക്കിയതാണ്, പഴയതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനൊക്കെ നമുക്കൊന്ന് എന്താ നോക്കാം. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒരു അഡാപ്റ്റർ നമ്മൾ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിലേക്ക് ചാർജിങ്ങിന് ഇവിടെയുള്ളൊരു ഇതിൻ്റെ സോക്കറ്റ് നമുക്ക് ഇതുപോലൊരു സോക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയതാണ്. അപ്പോൾ ഇതിലേക്ക് ചാർജ് അഡാപ്റ്ററിൻ്റെ ഇതുപോലെ പിന്ന് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിലേക്ക് ചാർജ് ആവുകയും ചെയ്യും. ഈ ഒരു പിന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് 2 പിന്നും സെയിമാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇതും നോക്കണം. അപ്പോൾ ഔട്ട്പുട്ടാണ്, അപ്പോൾ ഇതിൽ മാറി കുത്തരുത്. അപ്പോൾ ഇവിടെയാണ് ഉണ്ടാവുക. ഇത് ഇവിടെ പൊട്ടിപ്പോയതാണ്, നമുക്ക് കാണാം. ഇതുപോലത്തെ ഒരു സോക്കറ്റ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു സാധാരണ ബാറ്ററി അല്ല വരുന്നത്, നമുക്ക് ലിഥിയം അയൺ ബാറ്ററിക്കാണ്. ഇപ്പോൾ ലിഥിയം പോളിമർ ബാറ്ററിയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല ആംബിയർ വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു 4000 mAh ഏകദേശം വരുന്നുണ്ട് ഈ ഒരു ബാറ്ററി. ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ സാധാരണ 12 വോൾട്ട് ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ബാറ്ററി ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കയ്യിലുള്ള വേറൊരു ബാറ്ററിയാണ്. അപ്പോൾ ഇതുപോലെ 12 വോൾട്ടായിട്ട് ഇങ്ങനെ 12 വോൾട്ട് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഇവിടെ കാണുന്ന റെഡിൽ, ഈ അറ്റത്ത് കാണുന്ന റെഡിൽ പ്ലസ്സും ഈ തലക്കൽ കാണുന്നതിൽ 12 വോൾട്ടും. അപ്പോൾ അതേ സെയിം കണക്ഷനാണ്. ഇതിപ്പോൾ ആംബിയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ അതേപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് വരുന്ന വേറെ 4 വയറുണ്ട്. അപ്പോൾ ഇതിലേക്ക് 4.5 വോൾട്ടേജ് ചാർജായിട്ട്, അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ നിന്ന് വന്നിട്ട് ഇതിൽ തന്നെ 12 വോൾട്ട് വന്നിട്ട് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു BMS വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ BMS ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ വരുന്ന 4 വോൾട്ടിൻ്റെ ഓരോരോ സെല്ലാണ് വരുന്നത്. 4.5 ആ റേഞ്ചിൽ വോൾട്ടേജ് വരും. അപ്പോൾ 12 വോൾട്ട് 13 വോൾട്ട് വരെ മാക്സിമം വരും. ഇതും 3 പാടെ സീരീസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളിത് സീരീസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് 12 വോൾട്ട് ഡയറക്റ്റ് അതിൽ ചാർജ് ആവില്ല. അതിന് പകരം നമുക്ക് ഓരോ സെല്ല് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഇതൊക്കെ പാടെ കണക്ട് ചെയ്യുന്ന ബാറാണിത്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സീരീസ് ആയിട്ട് കണക്റ്റ് ആവുകയും ചെയ്യും. 12 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇതിലൊരു BMS ആയിട്ടും വർക്ക് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇതിലേക്കാണ് കറക്റ്റ് 12 വോൾട്ട് വന്നിട്ട് ഈ ഒരു ഓരോ IC കാണാം. ഈ ഒരു IC സെപ്പറേറ്റ് ആയിട്ട് 4.5 വോൾട്ടേജ് 12 വോൾട്ട് വരുന്നതിന് ഇതിലേക്ക് ഓരോ ബാറ്ററി ചാർജ് ചെയ്യും. ഡയറക്റ്റ് 12 വോൾട്ട് ചാർജിങ് നടക്കില്ല. അപ്പോൾ ഓരോ സെല്ലിലേക്ക് നമുക്ക് കാണാം. ഇതിലേക്ക് ഈ ഓരോ സെല്ലിൻ്റെ ഓരോരോ വയറും ഉണ്ടാവും. നമുക്ക് സീരീസ് കണക്ട് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ ഓരോ ബാറ്ററിയിൽ നിന്ന് ഇതിലേക്ക് ചാർജ് 12 വോൾട്ട് പ്ലസ്സും അതേപോലെ നെഗറ്റീവും ഡയറക്റ്റ് വരും. അതേപോലെ തന്നെ ഈ ഒരു ബാറ്ററിയിലേക്ക് വരുന്നതും പിന്നെ ഇതിൽ നിന്നൊരു ബാറ്ററി ഔട്ട്പുട്ട് വരുന്ന വയറുകളാണ്, അതിൻ്റെ കണക്ഷനാണ് ഇത്. അപ്പോൾ ഇതിൽ നിന്ന് ലാസ്റ്റ് വരുന്ന ഈ ഒരു ബാറ്ററിയിൽ നിന്ന് ലാസ്റ്റ് ഇതൊക്കെ ഫുള്ളായിട്ട് വരുന്നതിൻ്റെ കണക്ഷനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു കണക്ഷനും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്ത ഈ ഒരു ബാറ്ററീൻ്റെ ഇതുപോലത്തെ കണക്ടറല്ല, അത് ലേശം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ടർ കാണാം, മെയിൽ കണക്ടറാണ് വരുന്നത്. ഈ ഒരു കണക്ടർ ഇത് നമുക്ക് കാറിൻ്റെയൊക്കെ ചാർജിങ്, അതായത് കാർ സെൽഫ് അടിയാതൊക്കെ ആകുന്ന സമയത്ത് ഇതുപോലെ ഇത് മെയിലാണ്. ഫീമെയിൽ കണക്ടർ ബാറ്ററി മെയിലും കണക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ചെറിയൊരു സെൽഫ് അടിയാതാവുന്ന സമയത്ത് സപ്പോർട്ടിംഗ് ആയിട്ട് 4 ആമ്പർ വരുന്നത്, അപ്പം ചാർജ് ആക്കാനും വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ, ഈ ഒരു കണക്ഷൻ വരുന്നത് ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ എക്സ്ട്രാ സ്വിച്ചൊന്നും ഇല്ല, ഡയറക്റ്റ് നമ്മൾ വരുന്ന 12 വോൾട്ട് ഡയറക്റ്റ് ഇതിലേക്ക് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബോർഡായിട്ടൊന്നും ഇതിന് ബന്ധമല്ല, കറക്റ്റ് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കണക്ടറാണ് നമ്മൾ ബാറ്ററി സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിലേക്ക് വരുന്ന ഈ 2 വയർ നമുക്ക് നെഗറ്റീവും അതേപോലെ തന്നെ ഇതിൻ്റെ റെഡ് ഇതിൻ്റെ പോസിറ്റീവ് 12 വോൾട്ടും ആണ്. ഇതിപ്പോൾ ഇതിൽ 5 വോൾട്ടാണ് വരിക. അപ്പോൾ ഇതിൽ നമുക്കിത് ഓഫ് ഉണ്ട്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് വരും. ഇപ്പോൾ ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമ്മൾ സപ്ലൈ ഡയറക്റ്റ് കൊടുക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് AC ഡയറക്റ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ വരുന്ന 15 വോൾട്ടാണ് ഇത് വരിക. ഈ 15 വോൾട്ട് ഇതിൽ വന്നിട്ട് ബാറ്ററിയിലേക്ക് ചാർജ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ഓണാക്കി കഴിഞ്ഞാൽ ഇത് ഓണാവുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് 12 വോൾട്ട് ആക്കാം. അതേപോലെ തന്നെ ഇതിൽ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 19 വോൾട്ടാണ് ഏതാ സെലക്ട് ചെയ്ത് വെക്കുക. 19 വോൾട്ട് ഉണ്ട്, അതേപോലെ 16 വോൾട്ട് ഉണ്ട്, 12 വോൾട്ട്. നമുക്ക് ഓരോരോ ഇങ്ങനത്തെ നമുക്ക് 12 വോൾട്ടാണ് വരൽ. ചിലതിലൊക്കെ 16 വോൾട്ട് ആ റേഞ്ചിൽ വരുമ്പോൾ അതിന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാം, ഇവിടെ 1
2 3 4 ഈ ഒരു LED-ൻ്റെ ഇത് ഇവിടെ കാണാം. ഈ LED നമുക്ക് ചാർജ് ഇതിൽ അഥവാ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇത്ര ചാർജ് തീരാനായി എന്ന് അറിയുന്ന ഈ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 3 LED വരുന്നുണ്ട്. 1 2 3. ഈ 3 LED-യിൽ വന്നത് 19 വോൾട്ട്, 16 വോൾട്ട്, അതേപോലെ തന്നെ 12 വോൾട്ട്. ഇതിൽ ഏത് ഇതിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ, അതേപോലെ USB 5 വോൾട്ട് ഔട്ട് വരുന്ന USB ഔട്ട്പുട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലിഥിയം പോളിമർ ബാറ്ററി ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ലിഥിയം അയൺ ബാറ്ററിയെക്കാളും കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ.